സ്ത്രീകൾ സ്വന്തം ശരീരത്തെക്കുറിച്ച് ബോധവതികളാണ്. ചിട്ടയായ ആഹാരം, വ്യായാമം ഇതൊക്കെ ജീവിതചര്യയാക്കിയിട്ടുള്ള എത്ര പേരുണ്ട്? സ്ത്രീകൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഹെൽത്ത് ഇഷ്യൂ എന്താണെന്ന് അറിയാമോ? അമിതവണ്ണവും പൊണ്ണത്തടിയും, ഓവർ വെയിറ്റ് ആൻഡ് ഒബീസിറ്റി. ബട്ട് മോസ്റ്റ് ഓഫ് ദം ആർ അൺഅവെയർ ഓഫ് ദിസ് സൈലന്റ് കില്ലർ. ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ 10-15 കിലോ വരെ ഒന്നിച്ച് വർദ്ധിക്കുന്നത് വരെ നോർമലൈസ് ചെയ്ത് കാണുന്ന പ്രവണതയാണ് ഇന്ന് സൊസൈറ്റിയിലുള്ളത്. എന്നാൽ ഇത് ശരിയല്ല കേട്ടോ. ഒരു ഡെലിവറി കഴിഞ്ഞ് 6 മാസം തൊട്ട് ഒരു വർഷത്തിനുള്ളിൽ ആ സ്ത്രീ അവളുടെ പ്രീ പ്രഗ്നൻസി വെയിറ്റിലേക്ക് തിരിച്ചെത്തണമെന്നാണ്. ഒബീസിറ്റി എങ്ങനെയൊക്കെ ഒരു വുമന്റെ നാച്ചുറൽ ലൈഫിനെ എഫക്ട് ചെയ്യുമെന്ന് നോക്കാം. പ്രഗ്നൻസി ടൈമിൽ തന്നെ ഷുഗർ, ബി.പി എന്നിവ വില്ലനാവുമെന്നുള്ള കാര്യം ഉറപ്പ്. കുഞ്ഞിന്റെ വെയിറ്റ് കൂടുന്നതിനാൽ ഡെലിവറി ഡിഫിക്കൽട്ട് ആവുന്നു. ചാൻസ് ഓഫ് സിസേറിയൻ കൂടുന്നു. അനസ്തീഷ്യ റിസ്ക് കൂടുന്നു. പോസ്റ്റ് ഡെലിവറി പെയിനും കൂടുന്നു. ഇനി പോസ്റ്റ് ഡെലിവറി പീരീഡ് എടുത്താൽ എക്സസ് വെയിറ്റ് ഗെയിൻ കാരണം ഉണ്ടാവുന്ന PCOS മുതലായ ഹോർമോൺ ഇംബാലൻസുകളും ആർത്തവ പ്രശ്നങ്ങളും കാലക്രമേണ ഇത് മെറ്റബോളിക് സിൻഡ്രോമിലേക്ക് നയിക്കുന്നു. അതായത് ഷുഗർ, ബി.പി, കൊളസ്ട്രോൾ, ഹാർട്ട് പ്രോബ്ലം എല്ലാത്തിനും കാരണമാകുന്നു. പിന്നെ ശരീരഭാരം കൂടുന്നതിനാൽ ഉണ്ടാവുന്ന മുട്ടുവേദന, നടുവേദന, പുറംവേദന തുടങ്ങിയ ദൈനംദിന പ്രശ്നങ്ങൾ വേറെ. മധ്യവയസ്സിലോട്ട് എത്തുമ്പോൾ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ, ബ്രസ്റ്റ് ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ മുതലായ മാരക അസുഖങ്ങൾക്ക് ഇവ കാരണഹേതുവുമാകുന്നു. ചുരുക്കത്തിൽ ഒരു സ്ത്രീ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായി വൈദ്യസഹായം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനുള്ള ഒറ്റമൂലി ഒന്നേ ഉള്ളൂ: വെയിറ്റ് റിഡക്ഷൻ. പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ.